നമ്മളിപ്പോൾ അതാ വയനാട്ടിൽ തന്നെയാണുള്ളത്. വയനാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാൻ തോന്നണില്ല. നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണല്ലോ വയനാട്. അപ്പോൾ നമുക്കറിയാം വയനാട് പറഞ്ഞാൽ വയൽനാട് എന്നാണല്ലോ. അപ്പം നമ്മളൊരു വയൽനാട് കാണാൻ പോവുകയാണ്. വയനാട്ടിൽ വന്നാൽ എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണിത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കുറേ ഇപ്പോൾ പത്മശ്രീ കിട്ടി, പിന്നെ നമ്മുടെ ഈ കർഷകർക്കൊക്കെ ഒരു വഴികാട്ടിയായിട്ടുള്ള രാമേട്ടനാണ് നമ്മൾ കാണാൻ പോകുന്നത്. നാടിൻ്റെ നെല്ലച്ചൻ എന്നാണ് പറയാറ്. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടിട്ട് ബാക്കി നമുക്ക് ചോദിച്ചറിയാം. രാമേട്ടൻ, എന്താണ് പുതിയ തലമുറയോടൊക്കെ പറയാനുള്ളത്? പുതിയ തലമുറയോടൊക്കെ എന്താ മക്കളെ പറഞ്ഞ കാരണം പറഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ എന്താണ് നമുക്ക് ഭക്ഷണം ആവശ്യമാണല്ലോ മോളെ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഇനി പിന്നെ പുസ്തകം മാത്രം പോരാ. അതിന് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഒരു കയ്യിൽ അറിവിന്റെ പുസ്തകം ഏന്തവേ മറുകയിൽ എന്താണ് പണിയായുധം. അങ്ങനെ അല്ല പോരാ പണിയെടുത്ത് ജീവിക്കണം. കാരണം ഭക്ഷണം നമ്മുടെ മറന്നു പ്രധാനമാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതിനുള്ള അറിവും കൂടി നമ്മൾ നേടണം, മനസ്സിലായില്ലേ? അപ്പൊ അതിനാണല്ലോ നമ്മൾ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നത്. ആ മുദ്രാവാക്യം സാക്ഷാത്കരിക്കണം. എന്ത് ചെയ്യണം? നമ്മൾ അറിവിന്റെ പുസ്തകം ഒരു കയ്യിൽ എന്താണ്, മറ്റേത് ആയുധം ഉണ്ടാവണം. വലിയ അഡ്വൈസ് ഞാൻ എവിടുന്ന് കിട്ടും? നമ്മളൊക്കെ നാട്ടിപ്പണിക്കൊക്കെ പോകും. ഇപ്പൊ ആവില്ല മഴ. ഇപ്പൊ ഒന്നാമത് കാലൊക്കെ ഈ തണുപ്പിലൊക്കെ പോകുമ്പോ കൂടുതൽ കാല് വേദന കൂടൂലേ? കൈ വറക്കുന്നു. ഇതാണ് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു മുതലാണിത്. ഇപ്പോൾ നമുക്കറിയാലോ കൃഷിയൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്ന കാലമാണല്ലോ. അപ്പോൾ കൃഷി ഉണ്ടെങ്കിൽ എന്തായാലും തിന്നാനുള്ളത് കിട്ടുള്ളൂ എന്നറിയാം. അപ്പോൾ രാമേട്ടന് എന്താ ഇത് തുടങ്ങണം, ഇത് കൊണ്ട് നടക്കണം എന്നുള്ള എന്തുകൊണ്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള ആളുകളെ പോറ്റണ്ട മക്കളെ. അത്ര മതി. നിങ്ങൾക്ക് പിന്നെ തിന്നാനാരാ തരിക? ചെറുതാവുമ്പോഴേ തുടങ്ങിയതാ? പിന്നെ ചെറുതാവുമ്പോഴേ തുടങ്ങിയല്ല. ഞങ്ങൾ വയനാട്ടിൽ ഈ പണ്ട് കാലത്ത് പരമ്പരാഗതമായിട്ട് മുത്തച്ഛൻ്റെ മുത്തച്ഛൻ്റെ കാലഘട്ടം മുതൽ ഞങ്ങൾ കൃഷിക്കാരാണ്. അന്നേരം ഞാൻ എന്ത് ചെയ്തു, നമുക്ക് മനുഷ്യർക്ക് തിന്നാനുള്ള ആവശ്യമായ വസ്തു വേണമെന്നും പിന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങളൊക്കെ നമ്മൾ നിലനിർത്തണമെന്നൊരു തോന്നലൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ വീടും എൻ്റെ ഈ പറഞ്ഞ പോലെ വീടും ഈ പറഞ്ഞ പോലെ കണ്ടില്ലേ ഈ പായൊക്കെ എന്ന് പറഞ്ഞാൽ പഴമയിലുണ്ട്, പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു തഴപ്പായാണ്. ഈ വീടൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. അതെന്താ നമ്മളൊരു സ്വപ്ന വീട് എന്ന് പറയുമല്ലോ, അതേപോലത്തെ വീട്. പക്ഷെ ഇത് കൊണ്ടെടുക്കാൻ പണിയുണ്ടോ? പിന്നെ കൊണ്ടെടുക്കാൻ പണിയല്ലേ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഇതാ, അതിലിപ്പോൾ നെല്ലിൻ്റെ കച്ചിയാണ് നമ്മളുണ്ടാക്കിയ നെല്ലുണ്ടല്ലോ. അപ്പം അതിൻ്റെ നെല്ലെടുത്ത് ഞാൻ ഭക്ഷണം കഴിച്ചു, വിശപ്പടക്കി. അത് അതിൻ്റെ വൈക്കോലെടുത്തിട്ട് എന്താക്കി വീടുണ്ടാക്കി. മനസ്സിലല്ലേ? അപ്പം ഒരു വസ്തു തന്നെ നമ്മൾ പലതുമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഒന്നും നഷ്ടമുള്ളതല്ല, മനസ്സിലല്ലേ? നെല്ല് പുഴുങ്ങി ഉണങ്ങി കഴിഞ്ഞാൽ ഉമിയെടുത്ത് പല്ല് തേക്കുന്നു. അപ്പം അത് ഒരെണ്ണം കിട്ടി. പിന്നെ അത് അതിൻ്റെ അരിയെടുത്ത് നമ്മൾ ചോറാക്കുന്നു, അല്ലേ? തിന്നാനുള്ളതായി. പിന്നെ അതിൽ തന്നെ നമുക്ക് ആരെ കൊടുക്കുന്നു? പട്ടിക്ക് കൊടുക്കുന്നു, പൂച്ചയ്ക്ക് കൊടുക്കുന്നു, കോഴി കൊടുക്കുന്നു, മൃഗങ്ങൾക്കും കൊടുക്കുന്നു, ഞാനും കഴിക്കുന്നു ഒരു ഭാഗം. പിന്നെ അതിന്റെ കച്ചി വൈക്കോലെടുത്തിട്ട് എന്താക്കുന്നു? അത് അല്ലല്ലല്ല അത് കത്തിച്ച് കരിയാക്കി ഈ മുറ്റം തളിക്കുന്നു. അതിന്റെ കരിയെടുത്ത് കത്തിച്ച് കരിയാക്കി മുറ്റം തളിക്കുന്നു. അതും പറ്റൂ. പിന്നെ അത് കൂടാണ്ട് ഞാൻ എൻ്റെ വീട് മേഞ്ഞു, മനസ്സിലല്ലേ? വീട് മേഞ്ഞ വേറൊരു ഗുണം കൂടി ഉണ്ട്. അതിപ്പം 2 കൊല്ലം കഴിഞ്ഞിട്ട് അവസാനം അത് ദ്രവിച്ച് നിൽക്കുമല്ലോ. അത് ഞാൻ എന്തെടുക്കും? പറമ്പിൽ കൊണ്ടുവിടും. പറമ്പിൽ തെങ്ങിന്, കഴുങ്ങിന്, അങ്ങനെ കുരുമുളക്, കാപ്പിക്ക്, അങ്ങനെ ചെടികൾക്കെല്ലാം കൊണ്ടിട്ട് അത് വളമായി. അപ്പൊ പിന്നെ നഷ്ടമാണോ? പിന്നെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതിങ്ങനെ എന്താ പറയാ, അങ്ങനെ റീസൈക്കിൾ പോലെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ. പിന്നെ എവിടെ നഷ്ടം വരിക?
ഇതാണ് രാമേട്ടൻ പറഞ്ഞ പുല്ല് മേയണ് പറഞ്ഞില്ലേ, ഇതാണ്. യേശു ജനിച്ചവരെന്നറിയോ? മദ്രയിൽ. പക്ഷെ ഇങ്ങനെ യാദൃശികമായി തന്നെ പറയണ്ടി. എൻ്റെ ഈ പുൽക്കൂടിലേക്ക് വന്നിട്ടുള്ള ഏത് സ്കൂളാണ്? അപ്പോൾ ദാ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി കൃഷി ഒരു നഷ്ടമല്ലാന്ന്. നമ്മൾ കുട്ടികൾ ഇനിയും കൃഷിയിലേക്ക് ഇറങ്ങി തുടങ്ങണം. നമ്മൾ ഈ പുതുതലമുറ കൃഷിക്ക് ഇറങ്ങിയാലല്ലേ എന്തെങ്കിലും തിന്നാൻ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി വയനാട്ടിലേക്ക് വരുമ്പോൾ മാനന്തവാടിക്ക് അടുത്തുള്ള വള്ളിയൂർക്കാവിനടുത്തുള്ള നെല്ലച്ചൻ്റെ അടുത്തേക്ക് വരണം. എല്ലാവരും കാണണം, ചേച്ചിനെയൊക്കെ കാണണം, വയലൊക്കെ കാണണം. ഇതിപ്പോൾ എനിക്ക് മനസ്സിലായി ചെറു വയലല്ല, ഒരു വലിയ വയലാണ്. കുറേ നെല്ല്, പല ടൈപ്പ് നെല്ലുകളുള്ള വലിയ വയലാണ്. അപ്പോൾ എന്തായാലും ഇനി വീഡിയോസൊക്കെ ഇറക്കും. ഞാൻ പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.